ഹായ് ഹലോ, പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും കഥ വളരെ സംഘർഷം നിറഞ്ഞ നിമിഷങ്ങളിലൂടെ കടന്നു പോകുവാണ്. അത് മാത്രമല്ല, നയന എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഓരോരുത്തരുടെയും ജീവിതത്തില് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കുന്ന ദിവസവും കൂടിയാണ്. പക്ഷെ ഇതുവരെയും ദേവയാനിക്ക് തന്റെ മരുമകളുടെ സ്വഭാവം എന്താണ്, അല്ലെങ്കിൽ തന്റെ മരുമകളുടെ നന്മ എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് മാത്രം പറ്റിയിട്ടില്ല. പക്ഷെ ഓരോ ദിവസം കഴിയും തോറും അനാമികയുടെ ആ ഒരു ചതി, അനാമികയുടെ ദിവസങ്ങൾ എണ്ണി തുടങ്ങി എന്ന് പറയുന്ന ദിവസങ്ങളാണ്. ഓരോ നിമിഷം കഴിയുന്നോറും അനാമികയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് ഓരോരുത്തരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? എന്തായാലും നയനെ പിടിച്ചു തള്ളിയതിന് അനാമികയ്ക്ക് നല്ലൊരു പണി തന്നെയാണ് നന്ദു കൊടുത്തത്. ഇനി ഇതിന് മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അനന്തപുരിയിൽ അരങ്ങേറാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അനാമികയ്ക്ക് വലിയൊരു പണി തന്നെയാണ് നന്ദു കൊടുത്തത്. ഇനി ഒരിക്കലും നന്ദുവിന്റെ മുന്നിൽ നിന്ന് അനാമിക ഇങ്ങനെ വിരൽ ചൂണ്ടി സംസാരിക്കത്തില്ല. അതിനുള്ള പണി തന്നെ അനാമികയ്ക്ക് കിട്ടിക്കഴിഞ്ഞു. അതിന്റെ പേരില് അനന്തപുരിയിൽ വന്ന് വലിയൊരു പൊല്ലാപ്പ് തന്നെ ഉണ്ടാക്കി കഴിഞ്ഞു. അങ്ങനെ അനാമികയ്ക്ക് ആദർശം നല്ല മറുപടിയൊക്കെ കൊടുത്തു. ഇതിന്റെ പേരിൽ വലിയ ചർച്ചയൊക്കെ ആയപ്പോഴാണ് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ വന്നത്. അവരും കാര്യങ്ങൾ അറിഞ്ഞു. അങ്ങനെ അനാമിക ഇപ്പോഴും നയനെയും നയനയുടെ വീട്ടുകാരെയും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരിക്കലും നയന ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും നയന എത്രത്തോളം ഒരു നന്മയുള്ള പെൺകുട്ടിയാണ് എന്ന് നീ തിരിച്ചറിഞ്ഞിട്ടില്ല. നീ ഒരിക്കലും മൂത്തവരെ ബഹുമാനിക്കാനായിട്ട് പഠിച്ചിട്ടില്ല അനാമികെ. നിന്റെ സംസ്കാരം അങ്ങനെയാണ്, നിന്നെ വളർത്തിയത് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ ഒരുപാട് വഴക്ക് പറഞ്ഞു. ഇവളെ കൊണ്ട് ആ വീട്ടില് ഇതെല്ലാം നിന്റെ തെറ്റിദ്ധാരണ മാത്രമാണ്, അതൊന്നും തിരിച്ചറിയാതെ അനാമികയും കൊണ്ട് ആ വീട്ടിൽ പോയി നിങ്ങളെ ആയിരിക്കണം ആദ്യം അടിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു മുത്തശ്ശൻ വഴക്ക് പറഞ്ഞു. എന്നാൽ താൻ ചെയ്തത് ഒരു തെറ്റായിട്ട് തനിക്ക് ഇതുവരെയും തോന്നിയിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ മൂത്തവരെ ബഹുമാനിക്കാനായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ അർഹതയില്ലാത്തവർക്ക് ബഹുമാനം കൊടുക്കാനായിട്ട് തനിക്ക് സാധിക്കത്തില്ല എന്നും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമിക ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ട് അകത്തോട്ട് കയറി പോവാണ്. അനാമിക പോയതിന്റെ പിന്നാലെ തന്നെ ജാനകിയും പറഞ്ഞു, അനാമികയെ നന്ദു എന്ന് പറയുന്ന പെൺകുട്ടി അത്രത്തോളം ഉപദ്രവിച്ചു, എന്നിട്ട് അവിടെ ആർക്കും ഒന്നും പറയാൻ വയ്യ, എന്നിട്ട് എന്റെ മരുമകളെയാണ് എല്ലാവർക്കും കുറ്റം പറയാനായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടം എന്നൊക്കെ പറയുമ്പോഴും അവിടെ മുത്തശ്ശൻ തന്നെ പറഞ്ഞു, അനാമിക എങ്ങനെയാണ് എന്ന് ഇപ്പോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഒരിക്കലും അവിടെ ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ല. നന്ദുവിനെ കാണാനല്ല അനി അവിടേക്ക് പോകുന്നത്. നിന്നേക്കാൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആദർശിനേക്കാൾ മുന്നേ നയനെ മനസ്സിലാക്കിയതാണ് അനി. അനിക്ക് അത്രത്തോളം തന്റെ ഏട്ടത്തിയമ്മയെ അത്രത്തോളം ഇഷ്ടമാണ്. അവൻ ഏട്ടത്തിയമ്മയെ കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. പക്ഷെ അതൊന്നും തിരിച്ചറിയാതെ അവനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന, അവനെ ഇങ്ങനെ ഒരു സ്നേഹം പോലും കൊടുക്കാതെ ഭയങ്കരമായിട്ട് ദ്രോഹിക്കുവാണ് അനാമിക ചെയ്യുന്നത്. അവൾ അവളുടെ സംസ്കാരം തന്നെയാണ് പുറത്ത് കാണിക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴും അവിടെ മുത്തശ്ശനോട് ജാനകി തന്നെ പറഞ്ഞു, എനിക്ക് എന്റെ മരുമകളെ തന്നെയാണ് എനിക്ക് ഏറ്റവും വലുത്. എന്റെ മരുമകളെ തള്ളിക്കൊണ്ട് മറ്റൊരു പെൺകുട്ടി ഇവിടെ കൊണ്ടുവരാനായിട്ട്, പ്രത്യേകിച്ച് നന്ദു എന്ന് പറയുന്ന അവളെ ഇവിടെ കൊണ്ടുവരാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല, അതിനെ ഞാൻ ജീവിച്ചിരിക്കുമ്പോ അനുവദിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ടാണ് ജാനകി അകത്തോട്ട് കയറിപ്പോയത്. എന്നാൽ അവിടെയും നയനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ദേവയാനിയും ശ്രമിക്കുന്നത്. ഇപ്പോ അനി എന്തിനാണ് അങ്ങോട്ട് പോകുന്നത്? ആ വീട്ടുകാരുമായിട്ട് നിനക്ക് ബന്ധമുണ്ടെന്ന് പറയാം, നിന്റെ ഭാര്യയാണ് നയന എന്നൊക്കെ പറയാം, കുഴപ്പമില്ല. പക്ഷെ അനിക്ക് യാതൊരു ബന്ധവും അവരുമായിട്ടില്ല. എന്നിട്ട് എന്തിനാണ് അനി അങ്ങോട്ട് പോകുന്നത് എന്ന് വീണ്ടും ദേവയാനി ആവർത്തിച്ചു ചോദിച്ചു. എന്നാൽ അവിടെ ഏറ്റവും അനിക്കും അവരുമായിട്ട് ഒരു ബന്ധവുമില്ലെന്ന് നിനക്ക് എങ്ങനെ പറയാൻ പറ്റും? അനിയുടെ 2 ഏട്ടത്തിമാരാണ് അവിടെ ഉള്ളത്. അത് മാത്രമല്ല, ഏറ്റവും കൂടുതൽ നയനെ മനസ്സിലാക്കിയിട്ടുള്ളതും അനിയാണ്. അനി നയനെ കാണാൻ വേണ്ടിയിട്ട് പോകും, ഇനിയും പോയിന്നിരിക്കും. അതിന് കുറ്റം പറയാനായിട്ട് നിനക്കൊന്നും അർഹതയില്ല എന്നുകൂടി മുത്തശ്ശൻ പറഞ്ഞു. അതിന്റെ കൂടെ തന്നെ അവിടെ ദേവയാനി പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, അച്ഛൻ പറഞ്ഞതുപോലെ ഇങ്ങനെ പ്രശ്നങ്ങൾ തുടരുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്വത്തുക്കളെല്ലാം വെട്ടിമുറിക്കാൻ തന്നെയാണ് അച്ഛൻ പറഞ്ഞ ആ ഒരു തീരുമാനത്തോട് ഞാൻ യോജിക്കുന്നു. അങ്ങനെ വെട്ടിമുറിച്ച് ഓരോരുത്തരും ഓരോ ഭാഗത്തായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് ദേവയാനി പറയുമ്പോഴും ആദർശാണ് അതിനുള്ള നല്ല മറുപടി കൊടുത്തത്. ഇവിടെ എന്തായാലും ആരും ഒന്നും വെട്ടിമുറിക്കാനായിട്ട് പോകുന്നില്ല. അങ്ങനെ വെട്ടിമുറിച്ചാൽ പോലും നയന എന്ന് പറയുന്ന എന്റെ ഭാര്യയെ ആരും തിരിച്ചറിഞ്ഞിട്ടില്ല.
അങ്ങനെ എല്ലാവരും ഭാഗം വെച്ച് ഓരോ സ്ഥലത്തുമായിട്ട് പോകുന്ന സമയത്ത് അമ്മയ്ക്ക് നയനയുടെ നന്മ തിരിച്ചറിയാനായിട്ട് സാധിക്കും. ആ സമയം അമ്മ പറയും, നയന ഒന്ന് വന്നിരുന്നുവെങ്കിൽ, നയനെ ഒന്ന് കണ്ടിരുന്നുവെങ്കിൽ എന്ന് അമ്മ അന്ന് ആവർത്തിച്ച് പറയേണ്ട അവസ്ഥ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് ആദർശ് അകത്തോട്ട് പോയി. പക്ഷെ എന്തുകൊണ്ട് ആദർശ് അങ്ങനെ പറഞ്ഞു എന്ന് ദേവയാനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ദേവയാനി അതുകൊണ്ട് തന്നെ മുത്തശ്ശനോട് ചോദിച്ചു, അവൻ എന്താണ് അങ്ങനെ പറഞ്ഞത്, അവൻ എന്തിനായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക എന്ന് പറഞ്ഞപ്പോഴും മുത്തശ്ശൻ പറഞ്ഞ ഒരു കാര്യം, ആദർശ് എന്തുകൊണ്ടും ഒരു നല്ല ഒരു ആൾ തന്നെയാണ്. നിന്നെക്കാളും നിന്റെ ഭർത്താവായ ജയനേക്കാൾ ഉപരി അവന് നല്ല ബുദ്ധിയുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മൂർത്തീസ് ഗ്രൂപ്പിന്റെ MD സ്ഥാനം ഞാൻ അവന് കൊടുത്തത്. അങ്ങനെയുള്ളപ്പോ അവൻ പറയുന്ന ഓരോ കാര്യങ്ങളിലും അത്രത്തോളം അർത്ഥം കാണും. അവന് ഓരോ കാര്യങ്ങളും മനസ്സിൽ വെച്ച് തന്നെ ആയിരിക്കും, അവൻ ഒരുപാട് അർത്ഥത്തോടു കൂടിയ തന്നെ ആയിരിക്കും ആ കാര്യങ്ങൾ പറയുന്നത്. നീ അത് ഒരു വട്ടം എന്നല്ല 3-4 വട്ടം ചിന്തിക്കുമ്പോ നീ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിനക്ക് തന്നെ കിട്ടും എന്ന് മുത്തശ്ശൻ ദേവയാനിയോട് പറഞ്ഞു. അങ്ങനെ ദേവയാനി ചിന്തിക്കുവാണ്, എന്തിനായിരിക്കും അവനങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ള ഒരു ചിന്ത ദേവയാനിയുടെ മനസ്സിലുണ്ടായി. ഈ സമയത്തും ജലജ ചിന്തിക്കുന്നത് എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇതിനിടയിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഇത്രത്തോളം നയനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് ജലജയ്ക്ക് മനസ്സിലായി. അത് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഭാഗത്തുകൂടി ജലജയെ ശ്രമിക്കുവാണ്. ഈ ഒരു സംഭവങ്ങളൊക്കെ നടന്നുവെങ്കിൽ പോലും ആദർശ് ഭയങ്കര സങ്കടത്തിലാണ്. നയനയ്ക്ക് ഇത്രത്തോളം വയ്യാതിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തില് നയനയ്ക്ക് വീഴാനോ ഒന്നും പാടില്ല എന്ന് ഡോക്ടർ എടുത്തു പറഞ്ഞതാണ്. എന്നിട്ടും അവൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ എന്ന് ആലോചിച്ച് സങ്കടപ്പെടുമ്പോ മുത്തശ്ശൻ റൂമിൽ വന്നിട്ട് ആദർശിനോട് ചോദിക്കുന്നുണ്ട്, നയനയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്നാൽ അത് പറയാൻ പറ്റത്തില്ല മുത്തശ്ശ, അവളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയാൽ മാത്രമേ അത് പറയാനായിട്ട് പറ്റത്തുള്ളൂ എന്നും, എന്നാൽ ഒരു തത്തി അവള് ഹോസ്പിറ്റലിൽ വരാനായിട്ട് കൂട്ടാക്കുന്നില്ല എന്നാണ് മുത്തശ്ശനോട് ആദർശ് പറഞ്ഞത്. എന്നാൽ അനി ഒരിക്കലും നയനയുടെ വീട്ടിലോട്ട് പോകരുത് എന്ന് എനിക്ക് പറയാനായിട്ട് പറ്റത്തില്ല. അത്രത്തോളം അനി അവളുടെ നയനയുടെ വീട്ടുകാരനെയും സ്നേഹിക്കുന്നുണ്ട്. അത്രത്തോളം അനി തന്റെ ഏട്ടത്തിയമ്മയെ സ്നേഹിക്കുന്നുണ്ട്. ഇപ്പൊ എനിക്കിനി എന്ത് പറയാൻ പറ്റും എന്നൊക്കെ പറയുമ്പോഴും അനിയുടെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ നോക്കണം. അതിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോഴും ആദർശ് പറഞ്ഞ ഒരു ഉത്തരം, മാക്സിമം അനിയോ നന്ദുവോ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, അത് മാത്രമേ ഇനി ഒരു പരിഹാരമുള്ളൂ എന്നാണ് ആദർശ് പറഞ്ഞിരിക്കുന്നത്. ഈ സമയത്ത് അനന്തപുരി നന്ദു ഭയങ്കര സങ്കടത്തിലാണ്. തന്റെ ചേച്ചിക്ക് ഇങ്ങനെ സംഭവിച്ചതിൽ ഭയങ്കര സങ്കടത്തിലായിരുന്നു. ആ സമയത്ത് നയനെ കുറ്റപ്പെടുത്തുന്നത്, നീ ഒരിക്കലും അനാമിക അടിക്കാൻ പാടില്ലായിരുന്നു എന്നാണ്. എന്നാൽ എനിക്ക് എന്ത് സംഭവിച്ചാലും ഞാൻ ക്ഷമിച്ചേനെ, എന്നെ നാണം കെടുത്തിയാൽ പോലും ഞാൻ ക്ഷമിച്ചേനെ. പക്ഷേ എന്റെ ചേച്ചിക്ക് ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല എന്ന് നന്ദു തന്റെ ചേച്ചിയോട് പറഞ്ഞു. ഈ സമയത്ത് കനകയും ഗോവിന്ദനും അങ്ങോട്ടേക്ക് ഓടി വന്നു. കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് അവർ ഓടി വന്നത്. ജാനകി അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അനിയെ വിളിച്ചപ്പോ അനി കാര്യങ്ങളെല്ലാം പറഞ്ഞു. അങ്ങനെ കാര്യങ്ങൾ അറിഞ്ഞു ഓടി വന്നു. നയനയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. എന്നാൽ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്ന് നയന പറയുകയും ആ സമയത്തും കനക നന്ദുവിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. അനിയെ മനഃപൂർവ്വമാണ് ഇങ്ങോട്ട് വരുന്നത്, നീയും അനിയും മനഃപൂർവ്വം കാണുന്നതാണ്, നീ കാരണമാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദുവിനെ കനക കുറ്റപ്പെടുത്തുകയും, എന്നാൽ നന്ദുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നയന സംസാരിച്ചപ്പോഴും അനി ഇവിടെ വന്നത് കൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്, നീ മാക്സിമം അനിയെ പറഞ്ഞ് മനസ്സിലാക്കണമായിരുന്നു, അല്ലെങ്കിൽ നീ അനിയെ കാണാതിരിക്കാൻ ശ്രമിക്കണമായിരുന്നു, ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും പ്രശ്നങ്ങൾ വരത്തില്ല എന്ന് നന്ദു പറയുമ്പോഴും, ഞാൻ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടേക്കെങ്കിലും മാറി താമസിക്കാം, അപ്പൊ പിന്നെ യാതൊരു പ്രശ്നവും ഉണ്ടാകത്തില്ലല്ലോ. ഞാൻ അനിയെ കാണാതിരിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ അനിയെ ഞാൻ വിളിക്കാറില്ല, സംസാരിക്കാറില്ല, മാക്സിമം കാണാതിരിക്കുന്നുണ്ട്, ഞാൻ അതുകൊണ്ട് തന്നെ പുറത്തോട്ട് പോലും പോവാറില്ല, എന്നിട്ട് ഞാൻ ഇനി എന്ത് ചെയ്യാനെന്നാണ് നന്ദു നിസ്സഹായ അവസ്ഥയോടുകൂടി കനകയോട് ചോദിച്ചത്. എന്നിട്ടും തന്നെ കുറ്റപ്പെടുത്തിയ അമ്മയുടെ മുന്നിൽ നിന്നും ദേഷ്യത്തോടു കൂടി നന്ദു സ്കൂട്ടിയുടെ കീ എടുത്തോണ്ട് പുറത്തോട്ട് പോയി. വണ്ടി ഓടിച്ച് പുറത്തോട്ട് പോയി പകുതിക്ക് വെച്ച് നന്ദുവിന് ഭയങ്കര സങ്കടം തോന്നി. തന്റെ അമ്മ തന്നോട് ഇങ്ങനെയെല്ലാം പറഞ്ഞതില് സങ്കടത്തോടു കൂടി നന്ദു വിഷമിച്ച് ആ ഒരു റോഡിന്റെ സൈഡിൽ നിൽക്കുന്ന സമയത്താണ് അനി എതിർദിശയിൽ നിന്ന് വരുന്നത്. നന്ദുവിനെ കണ്ടു. ഉടനെ തന്നെ അനി വണ്ടി ഒതുക്കി നന്ദുവിന്റെ അടുത്തേക്ക് പോയി സംസാരിച്ചു. എന്നാൽ അനിയെ കാണാൻ വേണ്ടിയിട്ട് കാത്തിരുന്ന നന്ദുവിന് ആ ഒരു അവസരം നല്ലത് തന്നെയായിരുന്നു. അനിയെ കണ്ടതിന് ശേഷം അനി എന്തിനാണ് എല്ലാ ദിവസവും അങ്ങോട്ട് വരുന്നത്, അനി കാരണമാണ് ഇപ്പൊ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞ് നന്ദു അനിയെ കുറ്റപ്പെടുത്തുകയും, തന്റെ അമ്മ ഇപ്പോ തന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പോ എല്ലാവരുടെ മുന്നിൽ ഞാനാണ് കുറ്റക്കാരി ആയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നന്ദു തന്റെ മനസ്സിലുള്ള വിഷമങ്ങളെല്ലാം അനിയോട് പറഞ്ഞു. എന്നാൽ ഞാൻ എന്ത് ചെയ്യാനാണ്, അനാമിക ഒരിക്കലും ഞാൻ ആഗ്രഹിച്ച പെൺകുട്ടിയല്ല,
ഞാൻ അവളെ മാക്സിമം സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവൾ ഒരിക്കൽ പോലും എന്നെ സ്നേഹിച്ചിട്ടില്ല. ഞാൻ മാക്സിമം അവളിൽ നിന്നും അകലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ്. അവളുടെ അനാമികയുടെ കഴുത്തില് ഞാൻ താലി കെട്ടി, അല്ലെങ്കിൽ ഞാൻ കെട്ടിയ താലി കിടക്കുന്നു എന്നുള്ള ഒരു ബന്ധം മാത്രമേ നമ്മൾ തമ്മിലുള്ളൂ. അല്ലാതെ യാതൊരു ബന്ധവും ഞാനും അനാമികയും തമ്മിൽ ഇല്ലെന്നും ഞങ്ങൾ തമ്മിൽ ഒരു ജീവിതം പോലും തുടങ്ങിയിട്ടില്ല എന്ന് അനി പറയുമ്പോൾ സങ്കടത്തോടു കൂടി നന്ദു അനിയുടെ വാക്കുകൾ കേൾക്കുവാണ്. അത് മാത്രമല്ല, ഞാനൊരു ജ്യോത്സ്യനെ കാണാൻ പോയിരുന്നു എന്നും നമ്മുടെ കുടുംബ ജ്യോത്സ്യനെ കണ്ടിരുന്നു എന്നും കുടുംബ ജ്യോത്സ്യനോട് ഞാൻ ഈ ഒരു പ്രശ്നത്തെ പറ്റി പറഞ്ഞപ്പോഴും കുടുംബ ജ്യോത്സ്യൻ പറഞ്ഞത് ഒരിക്കലും അനാമികയും അനിയും തമ്മിൽ ഒത്തുപോകത്തില്ല, പിരിയാൻ വേണ്ടിയിട്ട് കല്യാണം കഴിച്ച ദമ്പതികൾ എന്നാണ് കുടുംബ ജ്യോത്സ്യൻ ഞങ്ങളെ വിശേഷിപ്പിച്ചത്. അങ്ങനെ പിരിയാൻ വേണ്ടിയിട്ട് ഒന്നിച്ച ഞങ്ങള് ഇന്ന് കുടുംബ ജ്യോത്സ്യൻ തന്നെ പറഞ്ഞപ്പോ പിന്നെ എനിക്കും തോന്നി പിരിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കല്യാണം കഴിച്ചത്, പിന്നെ എന്തിനാണ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ട ആവശ്യം എന്തിനാണ് എന്ന് അനി തിരിച്ച് നന്ദുവിനോട് പറയുകയും, പിന്നെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്നവരെയോ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാതിരിക്കാനോ എനിക്ക് പറ്റത്തില്ല എന്നും, അതുകൊണ്ട് ആരെന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞ് എന്നെ എതിർത്താൽ പോലും ഞാൻ അതൊന്നും വകവെക്കത്തില്ല, ഞാൻ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരെ കാണുകയും ചെയ്യും, സംസാരിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞ് അനി ദേഷ്യത്തോടു കൂടി വണ്ടി എടുത്തോണ്ട് പോയി. എന്നാൽ നന്ദുവിന് എല്ലാം കൂടി ആലോചിച്ചിട്ട് സങ്കടമാണ്. ഒരു ഭാഗത്തുകൂടി തന്റെ അമ്മയും എല്ലാവരും തന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട്. എന്നാൽ അനിയെ ഒരിക്കലും താൻ കാണാൻ ശ്രമിക്കുന്നില്ല. എന്നിട്ടും ആ കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടിയും വരുന്നുണ്ട്. എന്നാൽ മറ്റൊരു ഭാഗത്ത് അനിയുടെ ജീവിതം ഇങ്ങനെ ആയി പോയല്ലോ എന്നുള്ള ഒരു സങ്കടവും നന്ദുവിന്റെ മനസ്സിലുണ്ട്. ഈ ഒരു സംഭവങ്ങളൊക്കെ ഇങ്ങനെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ആദർശ് റൂമില് തന്റെ ഫോട്ടോയില് നോക്കി, തന്റെയും നയനയുടെയും ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ദേവയാനി വന്ന് ആദർശിനോട് സംസാരിച്ചു. എന്നിട്ട് ആദർശിനോട് പറയുന്നുണ്ട്, നീ എന്തിനാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്, അല്ലെങ്കിൽ നിനക്കൊന്ന് പറഞ്ഞൂടെ, അനിയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ എന്നൊക്കെ പറയുമ്പോഴും ആദർശ് പറയുന്നുണ്ട്, ഞാൻ എത്രയൊക്കെ പറഞ്ഞ് അനിയെ മനസ്സിലാക്കിയിട്ടുണ്ട്, നയനയും നയനയുടെ വീട്ടുകാരും ഒക്കെ പറഞ്ഞതാണ് അനിയോട് വരരുതെന്ന്, പക്ഷെ അനിയാണ് വരുന്നത് എന്നൊക്കെ പറയുമ്പോഴും ദേവയാനി മറ്റൊരു കാര്യമാണ് ആദർശനോട് പറഞ്ഞത്, നീ എനിക്ക് കരൾ തന്ന പെൺകുട്ടിയെ നീ പോയി അന്വേഷിച്ചോ, അവരുടെ വീട്ടിൽ പോയിട്ട് അവർ ആ ചെക്ക് ബാങ്കിൽ കൊടുത്തോ, ബാങ്കിൽ ഇട്ടോ എന്ന് നീ അന്വേഷിക്കാത്തത് എന്താ? എനിക്ക് ഒരു മെസ്സേജ് പോലും ബാങ്കിൽ വന്നിട്ടില്ല, എനിക്ക് ഫോണിൽ വന്നിട്ടില്ല എന്ന് പറയുമ്പോഴും ആദർശിന് സത്യം എന്താണെന്ന് തുറന്നു പറയാൻ പറ്റുന്നില്ലെങ്കിൽ പോലും ഞാൻ അന്വേഷിച്ചില്ല, ഞാൻ വിളിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ്. എന്നാൽ നീ മലയ്ക്ക് പോയി വന്നതിന് ശേഷം എന്നെ നീ അങ്ങോട്ട് കൊണ്ടുപോകണം, ആ ഒരു പെൺകുട്ടിയുടെ അടുത്തേക്ക് കൊണ്ടുപോകണം എന്നൊക്കെ പറയുന്നുണ്ട്. മാത്രമല്ല അനാമിക ഇപ്പോ തിരിച്ച് അവളുടെ വീട്ടിലോട്ട് പോയിരിക്കുവാണ്. കവളിന് പാടുമായിട്ട് പോകുന്ന അവളെ കണ്ടു കഴിഞ്ഞാൽ അവിടെ അച്ഛനും അമ്മയും ഇനി എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുക എന്നൊക്കെ ദേവയാനിയോട് പറഞ്ഞു. എന്നാൽ ആ സംസാരത്തിന്റെ ഇടയിൽ ആദർശ് തന്നെ പറയുന്നുണ്ട്, നയനെ പോലെ ഒരു പെൺകുട്ടിയെ അമ്മയ്ക്കിനി കിട്ടാനില്ല എന്ന്. ആ ഒരു കാര്യം കേട്ടപ്പോഴും നയനെ കുറിച്ച് വീണ്ടും വീണ്ടും ദേവയാനി ചിന്തിക്കുവാണ്, എന്താണ് എല്ലാവരും ഇങ്ങനെ പറയുന്നത് എന്ന് വീണ്ടും വീണ്ടും ആലോചിക്കുവാണ്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? പ്രതീക്ഷിക്കാതെ ഒരുപാട് സംഭവങ്ങൾ നടന്നു കഴിഞ്ഞു. എന്നാൽ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളൂ നയനെ കുറിച്ചുള്ള നന്മ, സത്യങ്ങള് ദേവയാനി തിരിച്ചറിയാനായിട്ട്. അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം. അതുവരേക്കും ടാറ്റാ ബൈ.